നാം ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം മരണമാണ് പ്രശ്നം എന്നതിനെക്കുറിച്ചാണ്. നാം ജീവിക്കുന്ന ഈ അത്യന്താധുനിക യുഗത്തിൽ ശാസ്ത്രലോകം പുരോഗമനത്തിന്റെ സർവ്വ പടവുകളും താണ്ടിക്കയറിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ സമൂഹത്തെ മരണത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പര്യാപ്തമായ യാതൊരുവിധ കണ്ടുപിടുത്തങ്ങളോ ചികിത്സകളോ ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ജനിച്ചവരായിട്ട് ഈ ഭൗതിക ലോകത്ത് ആരും മരിക്കാതിരിക്കുകയില്ല എന്നത് അലംഘനീയമായ അല്ലാഹുവിന്റെ തീരുമാനവും വിധിയുമാണ് എന്നത് വ്യക്തമാണ്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് മിസ്റ്റർ ജോൺ കെന്നഡി ഒരവസരത്തിൽ പറയുകയുണ്ടായി, ഞാൻ മരിക്കില്ല, ഞാൻ മരണത്തെ പ്രതിരോധിക്കും. എന്റെ മുന്നിലും എന്റെ പിന്നിലും എന്റെ സൈഡിലും ഡോക്ടർമാരും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരും എന്നെ ഏത് നിമിഷവും പരിരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമെന്ന് ജോൺ കെന്നഡി പ്രഖ്യാപിച്ചുവെങ്കിലും അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് മുന്നിൽ ജോൺ കെന്നഡി വഴിമാറി കൊടുക്കേണ്ടി വന്നു. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഓരോ ജീവജാലങ്ങൾക്കും ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ അവൻ എത്ര വലിയ സാമഗ്രികൾക്കുള്ളിലാണെങ്കിലും എത്ര വലിയ സൗകര്യങ്ങൾക്കുള്ളിലാണെങ്കിലും പടച്ച തമ്പുരാൻ പ്രഖ്യാപിക്കുന്നു, വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ എത്ര വലിയ ടെറസുകളിലും മണിമന്ദിരങ്ങളിലും മാളികകളിലും എവിടെയായാലും ശരി, നിങ്ങളുടെ മരണം ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന മരണം, നിങ്ങൾ പിന്തിരിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മരണം, ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. എവിടെ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും എവിടെ കയറിയിരുന്നാലും മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കാർക്കും സാധ്യമല്ല എന്നത് വളരെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ വിശേഷിക്കുമ്പോൾ ധാരാളം ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന, ധാരാളം അഭിലാഷങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എത്രയോ ആളുകൾ അപ്രതീക്ഷിതമായി യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഒരു സുപ്രഭാതത്തിൽ ഈ ഭൗതിക ലോകത്തു നിന്ന് വേർപെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അധികം ആളുകളും മരണത്തിന്റെ സ്മരണയെക്കുറിച്ച്, മരണത്തെക്കുറിച്ചുള്ള ബോധം അവരിലില്ല എന്നത് വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതവും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ വിഭവശേഖരണവുമൊക്കെ കാണുമ്പോൾ നാം കുറെ കാലം ഇവിടെ ജീവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്.
ഒരുക്കത്തിലാണ് എന്നത് അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേവലം 60 70 വയസ്സ് മാത്രം കഷ്ടിച്ച് ജീവിക്കുന്ന മനുഷ്യൻ നൂറ്റാണ്ടുകൾ ജീവിക്കാൻ പര്യാപ്തമായ പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ പണിതുയർത്തുമ്പോൾ ദിവസങ്ങളോളം ഭക്ഷിക്കാനുള്ള വിഭവങ്ങൾ അവൻ ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഭവശേഖരണവും ഈ ബിൽഡിംഗ് നിർമ്മാണവും ഈ ഭൗതിക സുഖങ്ങളുമൊക്കെ ഒരു സുപ്രഭാതത്തിൽ മുറിഞ്ഞുപോകുമെന്ന വസ്തുത പൂർണ്ണമായും മറന്നുപോയി എന്നത് ആധുനിക മുസ്ലിം സമൂഹത്തിനിടയിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയുമെങ്കിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ 2 ചുമലിലും കൈപിടിച്ചുകൊണ്ടൊരിക്കൽ പറയുകയുണ്ടായി, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഅദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ ചെറിയ കുട്ടിയുടെ 2 ചുമലിലും കൈപിടിച്ചുകൊണ്ട് പുണ്യപ്പൂമേനി പറയുന്നു, മോനെ കുൻ, നീ ആകണം ഫിദ്ദുനിയാ ഈ ഭൗതിക ലോകത്ത് കഅന്നക ഗരീബ്, നീ ഒരു വിദേശിയെ പോലെയാകണം. വഅദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. മോനെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിന്റെ ഭൗതിക ശരീരത്തെ ഖബറിന്റെ അഹ്ലുകാരുടെ ശരീരത്തോട് നീ ഉൾപ്പെടുത്തിക്കൊള്ളണം. പള്ളി പരിസരത്തുള്ള ശ്മശാനത്തിലുള്ള ഏകതയുടെ മൂകതയിലേക്ക് വലിച്ചെറിയുന്ന ആ ഖബറാളിയുടെ ശരീരത്തോടുകൂടി നിന്റെ ശരീരത്തെ നീ ഉൾക്കൊള്ളിച്ചുകൊള്ളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുമ്പോൾ, സഹോദരന്മാരെ, ആ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇദാ അസ്ബഹത ഫലാ തന്തദിറിൽ മസാഅ വഇദാ അംസൈത ഫലാ തന്തദിറിസ് സ്വബാഹ്. നിനക്ക് പ്രഭാതം വന്നാൽ നീ പ്രദോഷത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല, നിനക്ക് പ്രദോഷം വന്നാൽ നീ പ്രഭാതത്തെയും പ്രതീക്ഷിക്കേണ്ടതില്ല. ഖുദ് മിൻ സിഹ്ഹതിക ലിമർളിക, നിന്റെ ആരോഗ്യ സന്ദർഭത്തിൽ നിനക്ക് ആഫിയത്തുള്ള സമയത്ത്, നിനക്ക് പൂർണ്ണമായ ആരോഗ്യമുള്ള സമയത്ത് നിന്റെ രോഗസമയത്തേക്കുള്ള ഇബാദത്ത് നീ ചെയ്തുകൊള്ളണം എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ